ഏപ്രിൽ 22-ന് ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ 26 വിനോദസഞ്ചാരികളാണ് കൊല്ലപ്പെട്ടത്. ഇതിന് പ്രതികാരമായി പാക് അധീന കാശ്മീരിൽ ഇന്ത്യ പൂർണ്ണമായ ഒരു പ്രതികാര നടപടി നടത്തുമോ അതോ പാകിസ്ഥാൻ സൈന്യത്തിന്റെ നെഞ്ചിൽ ഒരു മിന്നലാക്രമണം നടത്തുമോ എന്നതാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. ഉറി ഭീകരാക്രമണത്തിന് ശേഷം 2016-ൽ പാകിസ്ഥാനിലെ ഇന്ത്യൻ അതിർത്തിയോട് ചേർന്ന സ്ഥലങ്ങളിൽ നടത്തിയ മിന്നലാക്രമണവും പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം 2019-ൽ ബാലാക്കോട്ട് നടത്തിയ വ്യോമാക്രമണവും നമ്മൾ കണ്ടതാണ്. പഹൽഗാമിൽ 26 നിരായുധരായ വിനോദസഞ്ചാരികളെ കൊലപ്പെടുത്താൻ തീവ്രവാദികളെ അയച്ചതിന് ഇന്ത്യ പാകിസ്ഥാനെ എങ്ങനെ ശിക്ഷിക്കുമെന്നതാണ് എല്ലാവരും ഇപ്പോൾ കാത്തിരിക്കുന്നത്. തിരിച്ചടിക്കാൻ ആവശ്യമുള്ള ആയുധശേഖരവും ശേഷിയും ഇപ്പോൾ ഇന്ത്യക്കുണ്ട്. ഷിംല കരാറിൽ നിന്ന് പാകിസ്ഥാൻ പിന്നോക്കം പോയതോടെ പാക് അധീന കാശ്മീരിലേക്ക് കടന്നു ചെല്ലാനും അത് അവകാശപ്പെടാനുമുള്ള വാതിലുകൾ ഇപ്പോൾ ഇന്ത്യക്ക് മുന്നിൽ തുറന്നിരിക്കുകയാണ്. പാകിസ്ഥാനെ രണ്ടായി വിഭജിക്കാനുള്ള നിയോഗം ഇന്ദിരാഗാന്ധിക്കായിരുന്നുവെങ്കിൽ ഇതിനുള്ള നിയോഗം ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാണ് വന്നിരിക്കുന്നത്. ഇന്ത്യയുടെ വിമാനവാഹിനി കപ്പലുകളിൽ റഫേൽ യുദ്ധവിമാനങ്ങളും ബ്രഹ്മോസ് സൂപ്പർസോണിക് മിസൈലുകളും സ്ഥാപിച്ചിരിക്കുന്നതിനാൽ ഇന്ത്യയിൽ നിന്നുകൊണ്ട് തന്നെ പാകിസ്ഥാനെതിരെ മാരകമായ ആക്രമണങ്ങൾ നടത്താൻ ഇന്ത്യക്ക് സാധിക്കും. പഹൽഗാമിൽ ആക്രമണം നടത്തിയ തീവ്രവാദികൾക്കും ഈ ആക്രമണത്തിന് ഗൂഢാലോചന നടത്തിയവർക്കും അവർ സങ്കല്പിക്കാൻ കഴിയാത്തത്ര വലിയ ശിക്ഷ ലഭിക്കും. പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശക്തവും രോഷത്തോടെയും പറഞ്ഞ വാക്കുകളാണിത്. പാക് സൈന്യത്തെ പിന്തുടരുകയാണ് ഇനി ഏറ്റവും വലിയ കാര്യം. ഒരു കാര്യം വ്യക്തമാണ്, പാകിസ്ഥാൻ സൈന്യത്തെയും അതിൻ്റെ തലവൻ അസീം മുനീറിനെയുമാണ് പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ മുഖ്യപ്രതികളായി ഇന്ത്യ കണക്കാക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന് തൊട്ടുമുമ്പുള്ള ദിവസങ്ങളിൽ മുനീർ നടത്തിയ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിലാണ് ഇക്കാര്യങ്ങൾ. ആക്രമണം നടത്തിയ ഭീകരരുടെ അതിർത്തി കടന്നുള്ള ബന്ധത്തെയും പാകിസ്ഥാനുമായുള്ള അവരുടെ ബന്ധത്തിൻ്റെയും പാകിസ്ഥാനിൽ പരിശീലനം ലഭിച്ചതിൻ്റെയും വ്യക്തമായ തെളിവുകൾ ഇന്ത്യയുടെ പക്കലുണ്ട്. കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇത് സംബന്ധിച്ച വിവരങ്ങൾ വിദേശ പ്രതിനിധികളെ അറിയിച്ചിട്ടുമുണ്ട്. അതിനാൽ ഇത്തവണ ഇന്ത്യയുടെ ലക്ഷ്യം ഭീകരരുടെ ക്യാമ്പുകൾ മാത്രമായിരിക്കില്ല, മറിച്ച് പാക് സൈന്യം കൂടിയായിരിക്കും ഇന്ത്യയുടെ ടാർഗറ്റ്. ഭീകരരുടെ ഉറവിടം കൂടി ഇന്ത്യ പിന്തുടരേണ്ടതുണ്ട്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പാകിസ്ഥാനിൽ നിരവധി ഭീകരരെ അജ്ഞാതരായ തോക്കുധാരികൾ കൊലപ്പെടുത്തിയിട്ടുണ്ട്. ശത്രുക്കൾക്ക് നേരെ രഹസ്യ ആക്രമണം നടത്താൻ ഇന്ത്യക്ക് കഴിവുണ്ടെന്ന് തെളിയിച്ച അടുത്ത സഖ്യകക്ഷിയായ ഇസ്രയേലും ഇന്ത്യക്കൊപ്പം ഈ മിഷനിലുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തിന് പ്രതികാരം ചെയ്യാൻ മിക്കവാറും പ്രധാനപ്പെട്ട എല്ലാ ലോകശക്തിയും ഇന്ത്യയെ പിന്തുണച്ചേക്കും. ഇന്ത്യ എല്ലാ തീവ്രവാദികളെയും അവരെ പിന്തുണയ്ക്കുന്നവരെയും തിരിച്ചറിയുകയും ട്രാക്ക് ചെയ്യുകയും ശിക്ഷിക്കുകയും ചെയ്യും. ഭൂമിയുടെ ഏതറ്റം വരെയും ഞങ്ങൾ അവരെ പിന്തുടരും. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷമുള്ള പ്രധാനമന്ത്രി മോദിയുടെ വാക്കുകൾ ഇങ്ങനെയുമുണ്ട്. താമസിക്കാതെ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ സത്യമാകുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യയുടെ പക്കലുള്ള 5 വലിയ ആയുധങ്ങളെക്കുറിച്ചും നമ്മൾ അറിഞ്ഞിരിക്കണം. ആദ്യത്തേത്, ഇന്ത്യ ഇപ്പോൾ റഫേൽ യുദ്ധവിമാനത്തിൽ ഫ്രഞ്ച് സ്കാൾപ്പ് മിസൈലുകൾ ഘടിപ്പിച്ചിട്ടുണ്ട്. ഇത് പാകിസ്ഥാൻ്റെ F-16 വിമാനങ്ങളെക്കാൾ കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നവയാണ്. മേഖലയിൽ വ്യോമ പോരാട്ടത്തിൽ നമുക്ക് മികവ് നൽകുകയും ചെയ്യും. രണ്ടാമതായി 290 കിലോമീറ്റർ ദൂരപരിധിയും 2.8 മാച്ച് വേഗതയുമുള്ള ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ സംവിധാനം ഇന്ത്യക്കുണ്ട് എന്നതാണ്. ഇന്ത്യയുടെ നാവികസേനാ ഡിസ്ട്രോയറുകളിൽ ഇത് സജ്ജീകരിച്ചിട്ടുണ്ട്. മൂന്നാമതായി INS വിക്രാന്ത്, INS വിക്രമാദിത്യ തുടങ്ങിയ വിമാനവാഹിനി കപ്പലുകൾ ഇന്ത്യക്കുണ്ട് എന്നതാണ്. പാകിസ്ഥാനാകട്ടെ ഒന്നുപോലുമില്ല എന്നതാണ് സത്യം. നാലാമതായി ഒസാമ ബിൻ ലാദനെ പിടികൂടുന്നതിന് US ഉപയോഗിച്ചതുപോലെയുള്ള MH-60R ഹെലികോപ്റ്ററുകൾ ഇന്ത്യക്കുണ്ട് എന്നതാണ്. ഇത് നമ്മുടെ നാവിക കപ്പലുകളിൽ നിന്നാണ് പ്രയോഗിക്കുന്നത്. പിന്നോക്ക മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചറുകളും ഇന്ത്യയുടെ പക്കലുണ്ട്. അഞ്ചാമതായി 400 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ കഴിവുള്ള റഷ്യൻ നിർമ്മിത S-400 പ്രതിരോധ സംവിധാനത്തിൻ്റെ 3 സ്ക്വാഡ്രണുകൾ ഇന്ത്യക്കുണ്ട് എന്നതാണ്. യുദ്ധവിമാനങ്ങൾ, ബാലിസ്റ്റിക് മിസൈലുകൾ, ഡ്രോണുകൾ എന്നിവയെ തടയാൻ ഇതിന് സാധിക്കും. ഇത് ഇന്ത്യയുടെ പ്രതിരോധ ആയുധ ശേഖരത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണ്. 2019-ലെ ബാലാക്കോട്ട് ആക്രമണം മുതൽ പാകിസ്ഥാനെ ശിക്ഷിക്കുന്നതിന് ഇതെല്ലാം ഇന്ത്യ പ്രയോജനപ്പെടുത്തി വരുന്നുണ്ട്. 2019-ലെ പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ മറുപടിയായി പാകിസ്ഥാൻ്റെ ബാലാക്കോട്ടിനുള്ളിൽ ധീരമായ വ്യോമാക്രമണം നടത്തി. ഭീകര ക്യാമ്പുകൾ ആക്രമിക്കാൻ ഇന്ത്യൻ വ്യോമസേന സ്പൈസ് 200 ബോംബുകൾ ഘടിപ്പിച്ച മിറാഷ് 2000 യുദ്ധവിമാനങ്ങളാണ് ഉപയോഗിച്ചത്. എന്നാൽ ബാലാക്കോട്ട് ആക്രമണം ഒരു വിടവ് ഇന്ത്യക്ക് മുന്നിൽ തുറന്നു കാട്ടി. മേഖലയിൽ ആധിപത്യം സ്ഥാപിക്കാൻ വ്യോമതലത്തിൽ മേധാവിത്വം സ്ഥാപിക്കുന്നതിനും ശത്രു രാജ്യങ്ങളെ വെടിവെച്ചിടാൻ കഴിയുന്ന ആധുനിക പ്രതിരോധ സംവിധാനങ്ങളും ഇന്ത്യക്ക് ആവശ്യമാണെന്ന് ഇത് കാട്ടിത്തന്നു. തുടർന്ന് റാഫേൽ യുദ്ധവിമാനങ്ങളും S-400 പ്രതിരോധ സംവിധാനവും ഇന്ത്യയിലേക്കെത്തി. 2020-നും 2023-നും ഇടയിൽ ഫ്രാൻസിൽ നിന്ന് ഇന്ത്യ 36 റാഫേൽ യുദ്ധവിമാനങ്ങൾ സ്വന്തമാക്കി. ഇപ്പോൾ അംബാലയിലും ഹാഷിമാരയിലും സ്ഥാപിച്ചിരിക്കുന്ന ഈ അത്യാധുനിക യുദ്ധവിമാനങ്ങളിൽ സ്കാൾപ്പ് പ്രസിഷൻ മിസൈലുകളും മെറ്റീരിയൽ BVR മിസൈലുകളും നിറച്ചിരിക്കുന്നു. 300 കിലോമീറ്ററിനപ്പുറവും മിസൈൽ ആക്രമണം നടത്താനുള്ള ശേഷി ഇത് ഉറപ്പു നൽകുന്നുണ്ട് ഇന്ത്യക്ക്.
മോദിക്ക് പാക് അധീന കാശ്മീർ ലഭിക്കുമോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. ഷിംല കരാർ നിർത്തിവെക്കാനുള്ള പാകിസ്ഥാന്റെ തീരുമാനം പാകിസ്ഥാന് തന്നെ വലിയ നഷ്ടമുണ്ടാക്കുന്ന കാര്യമാണ്. കാരണം ലൈൻ ഓഫ് കൺട്രോൾ ഇനി അലംഘനീയമായ ഒന്നല്ല. ഷിംല കരാറിന് കീഴിൽ ഇത് ലംഘിക്കാൻ പാടില്ലായിരുന്നു. ഷിംല കരാറിൽ നിന്ന് പാകിസ്ഥാൻ പിന്മാറിയതോടെ ഇന്ത്യ ഇനി ലൈൻ ഓഫ് കൺട്രോൾ ബഹുമാനിക്കാൻ ബാധ്യസ്ഥരല്ല. ഇതോടെ ലൈൻ ഓഫ് കൺട്രോളിൽ ഇന്ത്യക്ക് കൂടുതൽ സൈനിക സ്വാതന്ത്ര്യം നേടിത്തരും. 1999 കാർഗിൽ യുദ്ധത്തിൽ പാകിസ്ഥാൻ ലൈൻ ഓഫ് കൺട്രോൾ ലംഘിച്ചിരുന്നു. ഇന്ത്യ ഇത് മറികടക്കാതെ സംയമനം പാലിച്ചിരുന്നു അക്കാലത്ത്. എന്നാൽ ഇപ്പോൾ ഷിംല കരാർ ഇല്ലാതായതോടെ ഇന്ത്യക്ക് ലൈൻ ഓഫ് കൺട്രോളിലേക്ക് കടക്കാൻ കഴിയും. വേണമെങ്കിൽ അഫ്ഗാനിസ്ഥാൻ വരെ ഇന്ത്യക്ക് പോകാം. ഇത് ലൈൻ ഓഫ് കൺട്രോളിൽ അസ്ഥിരവും പ്രവചനാതീതവുമായ ഒരു രേഖയായി മാറുന്ന കൂടുതൽ ശക്തമായ സൈനിക ഏറ്റുമുട്ടലുകളിലേക്ക് നയിച്ചേക്കാം. പാക് അധീന കാശ്മീരിനെ ഇന്ത്യയിലേക്ക് തിരികെ കൊണ്ടുവരികയാണ് പാകിസ്ഥാനുമായുള്ള പൂർത്തിയാകാത്ത ഏക കാര്യമെന്ന് മോദി സർക്കാരും BJPയും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. സിന്ധു നദീജല കരാർ താൽക്കാലികമായി നിർത്തിവെച്ചും ഓരോ തുള്ളി വെള്ളത്തിനു വേണ്ടി പാകിസ്ഥാനെ ബുദ്ധിമുട്ടിക്കുമെന്ന് പറഞ്ഞുകൊണ്ടും ഇന്ത്യ ഇതിനകം തന്നെ നയതന്ത്രപരമായ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. കരാർ താൽക്കാലികമായി മരവിപ്പിച്ചതോടെ ജമ്മു കാശ്മീരിലെ കിഷൻഗംഗ, റാറ്റ്ലെ, പക്കൽദുൽ തുടങ്ങിയ ജലവൈദ്യുത പദ്ധതികൾ വേഗത്തിലാക്കാനും പ്രയോജനപ്പെടുത്താനുമുള്ള അവസരം ഇന്ത്യക്ക് ലഭിക്കും. അവയെ ഊർജ്ജ സംരംഭങ്ങളായല്ല, മറിച്ച് തന്ത്രപരമായ സമ്മർദ്ദ പോയിന്റുകളായും ഉപയോഗിക്കാൻ ഇന്ത്യക്ക് സാധിക്കും. പാകിസ്ഥാൻ നിലവിൽ അസ്വസ്ഥരാണെന്ന് വ്യക്തമാണ്. അവർ ആശങ്കാകുലരുമാണ്. ഇന്ത്യയുടെ നടപടിയെ പാകിസ്ഥാൻ നിലവിൽ യുദ്ധമെന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്.